നമസ്കാരം. വാസ്തുസ്കോർ.com ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു 4 ചെറുപ്പക്കാർ ഒരു ബിസിനസ് തുടങ്ങണം, ആ ഷോപ്പ് പോയി ഒന്ന് കാണണം, തുടങ്ങാൻ പറ്റുമോ, ഏത് തരത്തിലുള്ള ബിസിനസ് തുടങ്ങാം, അവരുടെ കയ്യിൽ 2-3 ഐഡിയാസൊക്കെ ഉണ്ട്, ഏതാണ് ശരി എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അവസാനത്തെ ഫൈനൽ ഇഫക്റ്റാണ് പറയുന്നത്. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ചേരുന്ന പാർട്ട്നേഴ്സ്, അതായത് 4 പേരുണ്ടല്ലോ, ഈ 4 പേരുടെയും ജനന തീയതിയും നക്ഷത്രവും സമയവും വെച്ചുകൊണ്ട് ആദ്യം ഇവർക്ക് ബിസിനസ് തുടങ്ങുവാനുള്ള സമയമായോ, ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ, ബിസിനസ്സുകാരാണോ, അവരുടെ ഇപ്പോഴത്തെ പ്ലാനറ്റിൻ്റെ മൂവ്മെൻ്റ് എന്തെല്ലാം, വരും 5 വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ആദ്യം ഒരു ന്യൂമറോളജിസ്റ്റിനെ കണ്ട് പഠിക്കുക. അത് കുഴപ്പമില്ല, തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഇനി എവിടെ തുടങ്ങണം? ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഷോപ്പുകൾ ഏത് തരത്തിലായിരുന്നാലും എന്ത് ബിസിനസ്സായിരുന്നാലും കഴിയുന്നതും ആ കടയുടെ മുൻവശം കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോ നോക്കിയിരിക്കുന്നതായിരിക്കും നല്ലത്. തെക്കോട്ട് നോക്കിയാണ് ചില കടകൾ ഇരിക്കുന്നതെങ്കിൽ ആ കടകൾക്ക് അഭിവൃദ്ധി, അതായത് വളരെ പാടുപെട്ടാൽ മാത്രമേ ആ കട മുന്നേറി വരത്തുള്ളൂ. മാത്രമല്ല, ചില കടകൾ, ചില ഷോപ്പുകൾ ആ വശത്ത് വരികയാണെങ്കിൽ, തെക്കോട്ട് മുഖമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായി കയറുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഷോപ്പുകളാണ് ഇലക്ട്രിക്കൽ ഷോപ്പാകാം, മെഡിക്കൽ ഷോപ്പുകളാകാം, സ്പെയർ പാർട്സ് കടകളാകാം, ഹോട്ടലുകളാകാം. ഇവരൊക്കെ നമ്മുടെ തെക്കു ഭാഗം നോക്കിയിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അവർക്കെല്ലാം നല്ല രീതിയിൽ ആ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ മറ്റുള്ളതെല്ലാം പടിഞ്ഞാറും കിഴക്കും വടക്കും ആയിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ഈ ദിശ ഏതാണ്, ഏത് ഡയറക്ഷനിലായിരുന്നു കട. അത് ഞാൻ പോയി നോക്കിയപ്പോൾ എല്ലാം നന്നായിരുന്നു. പക്ഷേ ആ കടകൾ നോക്കിയിരിക്കുന്നത് എക്സാക്റ്റ് കിഴക്കല്ല, പടിഞ്ഞാറല്ല, വടക്കല്ല, അല്പം മാറി എന്ന് പറഞ്ഞാൽ എത്ര മാറിയിരിക്കാം? ഒരു 10 ഡിഗ്രി മുതൽ ഒരു 12 ഡിഗ്രി വരെ നമുക്ക് ദശകൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മാറിയിരിക്കാം. അത് കഴിഞ്ഞാൽ ആ ബിസിനസ് അത്ര ശോഭിക്കത്തില്ല. എന്നാൽ ചിലത് ശോഭിക്കും. എങ്ങനെ? അതെന്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 വർഷം ഭയങ്കര ബിസിനസ്സായിരിക്കും. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ കടയായിരിക്കും. ആദ്യത്തെ 2 വർഷം ശോഭിക്കുമ്പോൾ നമ്മളെയൊക്കെ പറയുമ്പോൾ, ആ ഒരുത്തൻ്റെ അടുത്ത് പോയി നോക്കി, അവൻ തുടങ്ങരുതെന്ന് പറഞ്ഞു, കണ്ടില്ലേ എനിക്ക് നല്ല ബിസിനസ്. പിന്നെ അതിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ താഴോട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത് കാതോർക്കുക. അപ്പോൾ അത് എങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ, വിധിക്കെന്ന് പറയും, തെക്കുമല്ല കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല, അല്പം 15 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് ഈ കടയുടെ മുഖമെങ്കിൽ അവിടെ വെച്ച് മതിയാക്കുന്നതാണ് നല്ലത്. പിന്നെ ആ കടയുടെ പ്രധാനപ്പെട്ട കാര്യം ഏത് തരത്തിലുള്ള ബിസിനസ് തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ തുടങ്ങാൻ വന്ന കാര്യം ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനാണെങ്കിൽ എപ്പോഴും കിഴക്കോ വടക്കോ ആയിരിക്കും ആദ്യത്തെ പ്രിഫറൻസ്. പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ ആ തെക്ക് പടിഞ്ഞാറ് ഭാഗം അടച്ചിടുന്നതായിരിക്കും നല്ലത്. അടച്ചിടുക എന്ന് പറഞ്ഞാൽ ഷട്ടർ വെച്ച് ക്ലോസ് ചെയ്യുക, അതിനകത്ത് ഓഫീസ് മുറിയൊക്കെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിഴക്കും വടക്കോട്ടും പടിഞ്ഞാറും ഒക്കെ വളരെ ബിസിനസ് നന്നായിരിക്കും. പക്ഷെ ഞാൻ ആദ്യത്തെ കണ്ടീഷൻസ് പറഞ്ഞു, ഇവർക്ക് ബിസിനസ് തുടങ്ങുവാനുള്ള സൗകര്യമുണ്ടോ, സമയമാണോ. ഇപ്പോൾ ഞാൻ പരിശോധിച്ചതിനകത്ത് ഒരു വ്യക്തിക്ക് സമയം അത്ര നല്ലതല്ല, ബാക്കി 3 പേർക്ക് സമയം കൊള്ളാം. അപ്പോൾ ഞാൻ പറഞ്ഞ നിർദ്ദേശം എന്തായിരുന്നു പറഞ്ഞാൽ, അവർക്ക് അത്യാവശ്യമാണ്, അയാളെ കൂടെ ചേർത്ത്, അയാളാണ് കൂടുതൽ പൈസ ഇടുന്നത്, അതുകൊണ്ട് അയാളെ ചേർക്കാതിരിക്കാൻ പറ്റിയില്ല, ചേർത്തോളൂ. പക്ഷേ ഒരു വിധത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യുവാനുള്ള പവർ കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനോ
മറ്റുള്ള ബിസിനസ്സുമായിട്ട് ഡീൽ ചെയ്യാൻ സൈൻ ചെയ്യുവാനുള്ള അധികാരം തൽക്കാലം കൊടുക്കരുത്. ഒരു പാർട്ട്ണറായിരുന്നോട്ടെ, ഒരു സൈലൻറ്റ് പാർട്ട്ണറായിട്ടിരുന്നോട്ടെ, കൂടുതൽ അധികാരങ്ങൾ അയാൾക്ക് കൊടുക്കാതിരുന്നാൽ മതി. ഇനി പൊതുവേ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള യോജിപ്പില്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും എന്നുള്ളത് അറിയാം. ഇങ്ങനെയാണ് ധാരാളം ബിസിനസ് പൊളിഞ്ഞു പോകുന്നത്. സോ മ്യൂച്വൽ കോൺഫിഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എത്ര നന്നായിരുന്നാലും അത് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് ഇവരുടെ 4 പേരുടെയും സമയം അത്ര നല്ലതെങ്കിലും കുഴപ്പമില്ല, ഒരു 1-2 വർഷം കഴിയുമ്പോൾ ശരിയായിക്കൊള്ളും എന്ന് കണ്ടുകൊണ്ട് ഓക്കെ പറഞ്ഞു. പക്ഷേ കട ചെന്ന് നോക്കിയപ്പോൾ കട കണ്ടത് എക്സാക്റ്റ് ഈസ്റ്റല്ല, ഒരു 25 ഡിഗ്രി ചരിവ് കിടക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ സാധാരണ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും വളരെയധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പിന്നെ അവരുടെ തന്നെ വേറൊരു സ്ഥാപനം കൊണ്ടുപോയി കാണിച്ചു, ഒരു കട എടുക്കാൻ പോകുന്നതുകൊണ്ട് കാണിച്ചു. ആ കടയുടെ നേരെ എതിരെ കാണുന്നത് ഒരു വെൽഡിംഗ് ഷോപ്പാണ്. വെൽഡിംഗ് ഷോപ്പ്, മീറ്റ് ഷോപ്പ്, അതൊന്നും എടുക്കരുത്. നമ്മുടെ ബിസിനസ് അതുപോലെ തരിശായി കിടക്കുന്ന ഭൂമി, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി അതൊന്നും കൈവയ്ക്കരുത്. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ ബിസിനസ്സുകാർ, ചെറുപ്രായക്കാർക്കൊക്കെ ബിസിനസ് എന്ന് മനസ്സിൽ കിടന്ന് ഓടുന്നവർ ധാരാളം പേരുണ്ട്. നമ്മുടെ കയ്യിരിക്കുന്ന കാശുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം ബിസിനസ്സുകളിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നൊരു ഉപദേശമാണ് ഞാൻ ഇതിൽ കൂടി തരുന്നത്.